വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ചൂസ് ദി ഓപ്ഷൻ ഓൾ. Mainly there are 5 theories of international trade: mercantilist view on trade, absolute advantage theory, comparative advantage theory, modern theory of international trade and trade based on technological differences. ഇത്രയാണ് മെയിനായിട്ടുള്ള തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇനി നമുക്ക് ഓരോന്നും ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് മെർക്കൻറ്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ്. This is actually the collection of economic thoughts in Europe during 1500 to 1750. മെർക്കൻറ്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ് കോയിൻ ചെയ്തത് ആഡം സ്മിത്ത് ആണ്. ഈ തിയറി പ്രകാരം ഗോൾഡ് പോലെയുള്ള പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഹോൾഡിംഗ് ആയിരുന്നു ഒരു നേഷൻ്റെ വെൽത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മോർ ഗോൾഡ് മോർ പവർഫുൾ ദ കൺട്രി. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുകയും ഇൻ ദ മെയിൻ ടൈം ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പം നമ്മൾ ഏത് രാജ്യത്തേക്കാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യം നമുക്ക് പകരമായിട്ട് പ്രഷ്യസ് മെറ്റൽസ് തരികയും അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് മെർക്കൻറ്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ് അഥവാ ഈ തിയറി പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡീസ് പോലെയുള്ള സഹായങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് പോലെയുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസും ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇമ്പോസ് ചെയ്തു. ആൻഡ് ദെൻ ഈ തിയറി പ്രകാരം ട്രേഡ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു രാജ്യത്തിൻ്റെ ലോസ് ആണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ടാണ്. അതുകൊണ്ട് ട്രേഡ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിം എന്നാണ് ഈ തിയറി പ്രകാരം പറയുന്നത്. അതുകൊണ്ട് തന്നെ മെർക്കൻറ്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ് പ്രകാരം മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ഈസ് ഇമ്പോസിബിൾ. Thereby it calls for economic nationalism. Economic nationalism means protect its own economy by reducing the number of imports from other countries. Next theory ആണ് absolute advantage theory. Absolute advantage theory is propounded by Adam Smith. ഈ തിയറി മെർക്കൻറ്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡിനെ റെഫ്യൂട്ട് ചെയ്യുന്നു. കാരണം ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത് മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ഈസ് പോസിബിൾ ആണെന്നാണ്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഓഫ് ഈച്ച് കൺട്രി. ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെയും പോർച്ചുഗലിൻ്റെയും ക്ലോത്തിലും വൈനിലുമുള്ള പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇംഗ്ലണ്ടിന് 1 യൂണിറ്റ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ലേബർ അവർ എന്ന് പറയുന്നത് 60 ആണ്. അതേസമയം പോർച്ചുഗലിന് 1 യൂണിറ്റ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ലേബർ അവർ എന്ന് പറയുന്നത് 120 ആണ്. സോ ഈ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലണ്ട് ഹാസ് ആൻ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്. അതായത് സെയിം യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിന് 60 ഹവേഴ്സ് മാത്രം മതിയെങ്കിൽ അതേസമയം അതേ അളവോ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോർച്ചുഗലിന് 120 ലേബർ അവർ റിക്വയർഡ് ആണ്. ഇതുപോലെ തന്നെ വൈൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 110 ലേബർ അവർ റിക്വയർഡ് ആണ്. അതേസമയം പോർച്ചുഗലിന് ആകെ ആവശ്യമുള്ളത് 70 ലേബർ അവേഴ്സ് മാത്രമാണ്. സോ വൈൻ്റെ പ്രൊഡക്ഷനിൽ പോർച്ചുഗലിന് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ അനുസരിച്ച് ഇംഗ്ലണ്ടിന് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്ത് പോർച്ചുഗലിന് എക്സ്പോർട്ട് ചെയ്യാനും പോർച്ചുഗലിന് വൈൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇംഗ്ലണ്ടിന് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. So each country should specialize on the basis of their absolute advantage and exchange for other commodities. അതുകൊണ്ട് തന്നെ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ട്രേഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സം ഗെയിമാണ്. അതായത് ട്രേഡിൽ പങ്കെടുക്കുന്ന കൺട്രീസിന് ഒരുപോലെ തന്നെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നു. സോ ദിസ് സ്പെഷ്യലൈസേഷൻ ലീഡ് ടു ഇൻക്രീസ്ഡ് വേൾഡ് പ്രൊട്ടക്ഷൻ. സോ ദിസ് തിയറി കോൾസ് ഫോർ അഡ്വക്കേറ്റഡ് ലേസസ് ഫെയർ. നെക്സ്റ്റ് തിയറിയാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് ഡേവിഡ് റിക്കാർഡോ ആണ്. ദിസ് തിയറി ഈസ് സ്റ്റിൽ അൺചാലഞ്ചഡ് ബിക്കോസ് ഇറ്റ് ട്രൈഡ് ടു എക്സ്പ്ലോർ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഇൻ സ്മിത്ത് ആൻഡ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി.
എന്തെന്നാൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ഓരോ കൺട്രിയും അവർക്ക് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യാനും അതിനെ എക്സ്പോർട്ട് ചെയ്യാനും നോക്കണം എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നേരത്തെ തന്ന എക്സാമ്പിൾ അനുസരിച്ച് ഇംഗ്ലണ്ടിന് ക്ലോത്തിൻ്റെ കേസിൽ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, പോർച്ചുഗലിന് വൈൻ്റെ കേസിലും ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ടേബിൾ പ്രകാരം ഇംഗ്ലണ്ടിന് വൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന ടൈം 110 പകരം 50 ആണെങ്കിൽ ഇംഗ്ലണ്ടിന് 2 പ്രൊഡക്റ്റിൻ്റെ കേസിലും ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ഇങ്ങനെയുള്ള കേസിൽ പോർച്ചുഗലിന് ട്രേഡ് പോസിബിൾ ആകുമോ എന്നുള്ള ചോദ്യം ഉണ്ടാകാം. ആ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ഒരു കൺട്രി എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഗുഡ്സ് വിത്ത് ലെസ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഓർ ലെസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഗുഡ്സ് വിത്ത് ഹൈ കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് ഓർ ഹൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതുകൊണ്ട് ഒരു കൺട്രിയെ സംബന്ധിച്ച് അത് ഏത് പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി വെക്കുന്ന മറ്റൊരു ആൾട്ടർനേറ്റീവിൽ നിന്നുമുള്ള ഗെയിനിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് യു സാക്രിഫൈസ് ഡിവൈഡഡ് ബൈ വാട്ട് യു ഗെയിൻ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രാൻസിലും ജർമ്മനിക്കും സെയിം ലേബർ അവർ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വൈനിൻ്റെയും ചീസിൻ്റെയും പ്രൊഡക്ഷൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ലേബർ അവർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിന് 20 യൂണിറ്റ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ 1 ലേബർ അവർ ഉപയോഗിച്ചുകൊണ്ട് ജർമ്മനിക്ക് 30 യൂണിറ്റ് വൈൻ പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 1 ലേബർ അവർ ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിന് 10 യൂണിറ്റ് ചീസ് പ്രൊഡ്യൂസ് ചെയ്യാമെങ്കിൽ അതേസമയം ജർമ്മനിക്ക് 22 യൂണിറ്റ് ചീസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ 2 പ്രൊഡക്റ്റിൻ്റെ കേസിലും നിലവിൽ ജർമ്മനിക്കാണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം 2 കൺട്രിയും ഏത് പ്രൊഡക്റ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കുമ്പോൾ വൈനിൻ്റെ കേസിൽ ഫ്രാൻസിന് 0.5 യൂണിറ്റ് ചീസ് സാക്രിഫൈസ് ചെയ്താൽ മതി. പക്ഷേ ജർമ്മനിക്ക് 0.73 യൂണിറ്റ് ഓഫ് ചീസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇനി ഫ്രാൻസ് ചീസിൻ്റെ പ്രൊഡക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി 2 യൂണിറ്റ് വൈൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ജർമ്മനിക്ക് ആണെങ്കിൽ 1.36 യൂണിറ്റ് ഓഫ് വൈൻ മാത്രം സാക്രിഫൈസ് ചെയ്താൽ മതി. സോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ നോക്കുമ്പം ഫ്രാൻസ് വൈനിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ടിലും ജർമ്മനി ചീസിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ടിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് പോസിബിൾ ആകും. സോ ദെൻ 3 തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് മെർക്കന്റൈൽ വ്യൂ ഓൺ ട്രേഡ്. ഇത് 3ഉം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ് പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.